Hi everyone, I'm Dr. Varsha and welcome to Dr. Varsha's iSpace. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രമേഹത്തിലെ ബാലൻസ്ഡ് മീൽ എന്താണെന്നുള്ളതാണ്. പ്രമേഹമുള്ള അധിക പേഷ്യൻസും ചോദിച്ചു കേട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ബാലൻസ് മീൽ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. പലരും കരുതുന്നത് അരി പൂർണ്ണമായി ഒഴിവാക്കണം അല്ലെങ്കിൽ സാലഡ്സ് മാത്രം കഴിക്കണം. പലരിലും പ്രോപ്പറായി ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ടും ഷുഗർ ലെവൽ നോർമൽ അല്ലാതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു പ്രോപ്പർ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാലൻസ്ഡ് മീൽ എന്നത് ഒരിക്കലും ഒരു ഭക്ഷണം കംപ്ലീറ്റ് ആയി ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കുകയോ എന്നുള്ളതല്ല. ശരിയായ ഭക്ഷണം ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഡയറ്റിൽ ചില സമയത്ത് ചിലരൊക്കെ കണ്ടിട്ടുണ്ട് ഫുഡിൻ്റെ ഒരു ടൈമിൽ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷുഗർ ഹൈ ആവാൻ ഡയബറ്റിസ് പേഷ്യൻസിൽ ഇത് വളരെയധികം കാരണമാവും. എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ അത് കൂടി ചിലപ്പോൾ രാത്രിക്ക് നമ്മൾ ഒരു ക്രേവിങ്സിൽ കഴിച്ചു എന്ന് വരാം. അത് ബ്ലഡിൽ ഷുഗർ ലെവൽ കൂട്ടാം. ബാലൻസ്ഡ് മീൽ ചെയ്യാനുള്ള ഏറ്റവും ഉചിതമായ ഒരു രീതിയാണ് പ്ലേറ്റ് മെത്തേഡ്. ഡയബറ്റിസ് പ്ലേറ്റ് മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മളൊരു ഹാഫ് പ്ലേറ്റ് പച്ചക്കറി കഴിക്കുകയാണെങ്കിൽ 1/4 പ്ലേറ്റ് മാത്രമേ കാർബോഹൈഡ്രേറ്റും 1/4 പ്ലേറ്റ് മാത്രമേ പ്രോട്ടീനും കഴിക്കാൻ പാടുള്ളൂ. ഇത് നമ്മൾ ഇന്ത്യൻ ഭക്ഷണ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഹാഫ് പ്ലേറ്റ് പച്ചക്കറി സാലഡ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 1/4 പ്ലേറ്റ് കാർബോഹൈഡ്രേറ്റ്, അതായത് നമ്മൾ ചോറാണെങ്കിൽ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ 1/4 പ്ലേറ്റ് മുട്ട, ചിക്കൻ, മീൻ തുടങ്ങിയവയൊക്കെ കഴിക്കുന്നതാണ് ഈ പ്ലേറ്റ് മെത്തേഡിൽ പറയുന്നത്. ഒരിക്കലും പ്രമേഹത്തിൽ കംപ്ലീറ്റ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കേണ്ടതായിട്ടില്ല. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് അരിയാഹാരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. നമ്മളിപ്പോൾ വൈറ്റ് റൈസ് കഴിക്കുന്നത് ഒഴിവാക്കണം എന്നാ പറയാം. പക്ഷേ ബ്രൗൺ റൈസ്, റെഡ് റൈസ്, കുത്തരി പോലുള്ളവയ്ക്ക് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് പ്രോപ്പർ ക്വാണ്ടിറ്റിയിൽ കഴിക്കണമെന്ന് മാത്രം. അമിതമായി ഏത് റൈസ് ആയാലും കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ പ്രോട്ടീനും നല്ല ഓയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പച്ചക്കറി, മുട്ട, മീൻ തുടങ്ങിയവയും ഇൻക്ലൂഡ് ചെയ്യാൻ മസ്റ്റായിട്ടും ശ്രമിക്കേണ്ടതാണ്. മില്ലറ്റ്സ്, ചപ്പാത്തി, ഓട്സ് തുടങ്ങിയവയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ കാർബോഹൈഡ്രേറ്റിൽ നമ്മൾ ഒഴിവാക്കേണ്ടത് മൈദ, വൈറ്റ് ബ്രെഡ്, പിന്നെ മധുരപാനീയങ്ങളൊക്കെ എന്തായാലും ഡയബറ്റിസ് ഉള്ളവരെ ഒഴിവാക്കണം. ഷുഗർ പെട്ടെന്ന് ഉയരുന്നത് തടയുകയും അതുപോലെ തന്നെ ദീർഘനേരം നമുക്ക് വിശക്കാതിരിക്കുകയും ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീൻ അടങ്ങിയ കുറച്ച് ഭക്ഷണ സാധനങ്ങളാണ് ചിക്കൻ, മീൻ, മുട്ട, പയർ, കടല, തൈര് തുടങ്ങിയൊക്കെ. അപ്പോൾ നമ്മൾ അരിയാഹാരം ഇപ്പോൾ ചോറ് കഴിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ സോഴ്സും കിട്ടും. എന്നാൽ നമ്മുടെ ഷുഗർ പെട്ടെന്നൊരു സ്പൈക്ക് ഉണ്ടാവുകയും ചെയ്യില്ല. പച്ചക്കറികൾ നമുക്ക് ഫൈബർ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഷുഗർ നിയന്ത്രിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇലക്കറികൾ, ബീൻസ്, ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയവയൊക്കെ, അതുപോലെ വെള്ളരി തുടങ്ങിയവയൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് നമ്മളെ ഷുഗർ നിയന്ത്രണത്തിൽ. അതുപോലെ നമ്മളൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ കഴിക്കേണ്ടതാണ് ഉരുളക്കിഴങ്ങ്, കപ്പ, ചേന തുടങ്ങിയവയൊക്കെ. ഒരു ദിവസം 2 to 3 കപ്പ് വെജിറ്റബിൾസ്, പച്ചക്കറികൾ എന്തായാലും കഴിക്കുന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. കൊഴുപ്പ് ഒരിക്കലും മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. എത്ര അളവിൽ കഴിക്കുന്നു എന്നുള്ളത്. നമ്മൾ അധികം ക്വാണ്ടിറ്റിയിൽ കഴിച്ചാലാണ് നമ്മുടെ ബോഡിക്ക് അത് മോശമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നട്ട്സ്, സീഡ്സ്, കുറച്ച് എണ്ണ, അതുപോലെ തന്നെ മീനിലെ കൊഴുപ്പ് ഒക്കെ വളരെ നല്ലതാണ് ബോഡിക്ക്. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ടത് ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള എണ്ണ പലഹാരങ്ങൾ, അതുപോലെ തന്നെ ഒരേ എണ്ണയിൽ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ എന്ത് പലഹാരമായാലും ഉണ്ടാക്കുന്നത്, അതുപോലെ മീൻ പൊരിച്ചതുപോലുള്ളവയൊക്കെ നമ്മൾ ഒരേ എണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതൊക്കെ ബോഡിക്ക് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അരിയാഹാരത്തെ പോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിൽ ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാവോ എന്നുള്ളത്. ഫ്രൂട്ട്സ് കഴിക്കാം, പക്ഷേ ഏതൊക്കെ ഫ്രൂട്ട്സ് എത്രയൊക്കെ ക്വാണ്ടിറ്റിയിൽ കഴിക്കാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എല്ലാ ഫ്രൂട്ട്സും പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കുന്നതുമില്ല. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കുന്നത് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ പലരും ഫ്രൂട്ട് ജ്യൂസസ് അധികമായി യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് പെട്ടെന്ന് നമ്മുടെ ഷുഗർ ലെവൽ ഹൈ ആക്കുകയും ഡയബറ്റീസിനെ വേഴ്സൺ ആക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നട്ട്സ്, സീഡ്സ് ഒക്കെ ചേർത്ത് കഴിക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ മുഴുവനായി തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ജ്യൂസസ് മാക്സിമം ഒഴിവാക്കുക. ഡയബറ്റിസ് പേഷ്യൻസിൽ
ഭക്ഷണത്തെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷണത്തിൻ്റെ സമയം. ശരിയായ ഭക്ഷണം തന്നെ തെറ്റായ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഷുഗറിലെ ലെവൽ വളരെ കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയബറ്റിസ് ഉള്ളവർ ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കുക. ഒരിക്കലും ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത്. ഒരു നേരത്തെ ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. അതുപോലെ തന്നെ രാത്രി ഒത്തിരി നേരം വൈകിയൊക്കെ ഇപ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അതിപ്പോൾ തന്നെ മാറ്റണം. വളരെ നേരത്തെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് പറഞ്ഞല്ലോ. ഫ്രൂട്ട്സ് വളരെ ലേറ്റ് ആയിട്ട് രാത്രിയിൽ ഒരിക്കലും കഴിക്കാൻ പാടില്ല. സന്ധ്യ സമയത്തിന് ശേഷം ഡയബറ്റിസ് ഉള്ളവർ ഫ്രൂട്ട്സ് മാക്സിമം ഒഴിവാക്കുക. ആരോഗ്യകരമായ ഭക്ഷണമാണെങ്കിൽ പോലും അത് പ്രോപ്പർ ക്വാണ്ടിറ്റിയിലല്ല കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഷുഗർ കൂടുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ അരിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഫിസ്റ്റ് ക്വാണ്ടിറ്റിയിൽ കഴിക്കാനാണ് സ്റ്റഡീസ് പറയുന്നത്. ഫിസ്റ്റ് പറയുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ കൊള്ളുന്നത് രീതിയിൽ. അതുപോലെ തന്നെ പ്രോട്ടീൻ പറയുന്നത് പാം ക്വാണ്ടിറ്റി, പാമിൽ എത്രയാണോ കൊള്ളുന്നത് അത്രയും. പിന്നെ നമ്മൾ എണ്ണ പറയുന്നത് 1 ടീസ്പൂൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതുപോലെ പ്രോപ്പർ ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഭക്ഷണവും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുന്നതാണ്. ബാലൻസ്ഡ് മീൽ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് നമ്മൾ ഓരോ വ്യക്തി അനുസരിച്ചും അതിൽ മാറ്റം ഉണ്ടായിരിക്കും. നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ ജീവിതശൈലി, മരുന്ന്, നിങ്ങൾക്ക് എത്രമാത്രം ഷുഗർ ലെവൽ കൂടിയിട്ടുണ്ട്, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മളൊരു ബാലൻസ്ഡ് മീൽ ഒരു പേഷ്യൻറ്റിന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, എത്ര അളവിൽ കഴിക്കാം എന്നുള്ളതൊക്കെ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് വഴി ഇതുപോലുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യുക. താങ്ക് യു.